മാനവികതയാണ് മാർക്സിസം. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് തൻ്റെ ജീവിതകർമ്മം സാധാരണക്കാരിൽ സാധാരണക്കാരെയും ജാതിമത ചിന്തകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഉച്ചനീചത്വത്തിനും ഭീകരമായ ചൂഷണത്തിന് വിധേയമായിട്ടുള്ള സമൂഹത്തിലെ അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുന്നണി പോരാളികളാക്കി മാറ്റുക എന്നുള്ളതാണ് തൻ്റെ കർമ്മം എന്നു മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നാടിലുടനീളം പ്രചരിപ്പിക്കാനുള്ള ജീവിതമാക്കി തൻ്റെ ജീവിതത്തിനെ മാറ്റിയിട്ടുള്ള സഖാവ്. അതാണ് കൊളാടി ബാലകൃഷ്ണൻ എന്ന കൊളാടി ഉണ്ണി. ബോംബെയിൽ തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ പോയി കമ്മ്യൂണിസ്റ്റ് പത്രങ്ങൾ പ്രചരിപ്പിച്ചു. നാട്ടിലെങ്ങമാനും സഞ്ചരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ബോംബെയിൽ നിന്ന് തിരിച്ചു വന്ന് അദ്ദേഹം സ്വന്തം പ്രദേശത്ത് കൊടികുത്തി വാഴുന്ന ജന്മിത്വത്തിനും സാമൂഹിക അസമത്വത്തിനുമെതിരായിട്ട് പോരാടി. ആ സഖാവിൻ്റെ കഥയാണ് ഞങ്ങൾ പറയുന്നത്. മാനാ തെങ്ങിന്റെ മുട്ടിൽ പോയി വരച്ചാളാ. മോനെ പോലെ നിക്ക് നിക്ക്. അമ്പലക്കുള അശുദ്ധാക്കിയല്ലോ നായാടി ചെക്കൻ. തല്ലി കൊല്ല വേണ്ടേ? അനങ്ങി നടക്കും കണ്ട്. അയ്യോ എന്റെ മോനെ. പാട്ടികളെ അഴിച്ചു പറ. തെങ്ങിന്റെ മുകളിൽ പിന്നെ സ്വർണം നാളികേരവും നെല്ലും മറ്റൊന്നും ഇല്ലെങ്കിലേ നമുക്കും ജീവിച്ചു പോണ്ടേ. കേസ് നടത്താനാണെങ്കിൽ കേസിന്റെ പുറകെ നടന്ന് മൊത്തം പോയിരിക്കുക. എന്നാലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ അടിവെച്ച് വരുമ്പോഴാണ് തൊഴിലാളികൾക്ക് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണത്. പിന്നെ ഈ സാധാരണക്കാർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മളൊക്കെ തന്നെ വേണ്ടേ? അവരും മനുഷ്യരല്ലേ. നാളികേരത്തിന്റെ കാര്യം പറഞ്ഞ മമ്പതേ. ഓ തമ്പ്ര, എന്നിട്ട് വരിക. അടിയൻ എങ്ങനെയുണ്ട് നാളികേരം? എണ്ണത്തിലൊക്കെ ഉണ്ടോ? എണ്ണിക്കൊണ്ടിരിക്കാണ്. ഓ, കുടിയാന്മാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മതി നമുക്ക്. അതൊക്കെ കൊടുത്തിക്കണേ. ആ അവർക്കും കൊടുക്കാനുള്ളത് കൊടുക്കണല്ലോ അല്ലേ? അഞ്ചലോട്ടക്കാരനാണല്ലോ. മദ്രാസിന്ന് ഗോവയിൽ നിന്ന് കുട്ടിയുടെ കത്തായിരിക്കും അല്ലേ? എന്തേ കത്തൊന്നും വരാത്തെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അത്രേ സുഖാണോ? ആ സുഖാണ് തമ്പ്ര. ആരുടെയാ? കൊളാടിയപ്പുമേടത്തേൽ വീട്. നീണ്ടാ ഒന്നും കൂടെ ഉണ്ട്. അപ്പുമേനോൻ. എന്തത് ഇത്? അഞ്ചലക്കാരൻ വരുമ്പോൾ വഴി മാറാനുള്ള മണി. മനസ്സിലായോ? ഈ കുന്തോ
ഈ കുന്തം എന്റെ സ്വയം രക്ഷയ്ക്ക് എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ കുത്തികളയും ഞാൻ. പഹയ ഈ കുന്തം കൊണ്ട് കുത്തി ആള് മയ്യത്തായ ആ സായിപ്പന്മാരെന്നെ തൂക്കിക്കൊല്ലിച്ചോറോ. അഞ്ചലക്കാരൻ കുത്തിയാൽ മരിച്ച കേസില്ല, അതറിയോ? അതാ നിയമം. തരക്കഴിഞ്ഞല്ലോ. ഫലിതം ഫലിതം. ഇതൊന്ന് ഉറക്ക വായിക്കേ. ഫലിതം കേട്ടിട്ട് ഇവരുള്ളവരൊക്കെ ചിരിക്കട്ടെ. വായിക്കേ, ഉറക്ക വായിക്കണോ? എന്തേ തന്നെയാണ് വായിച്ചോളൂ. അക്ഷരം അറിയില്ലല്ലേ? എന്നാ വായിക്കാം, എല്ലാരും കേട്ടോളൂ. പ്രിയപ്പെട്ട കൊളാടി അപ്പുകുട്ടൻ മേനോന്, നിന്റെ മരുമകൻ ഉണ്ണിയോട് നമുക്ക് അളവറ്റ വാത്സല്യമുണ്ട്. അവൻ നമ്മുടെ പരമഭക്തനാണ്. ഗുരുവായൂരപ്പന്റെ ഈ കത്ത് കിട്ടി ഒരാഴ്ചക്കുള്ളിൽ നീ ടിയാന്, അതായത് അവന് ഒരു സൈക്കിൾ വാങ്ങി കൊടുത്തു കൊള്ളണം. ഇല്ലെങ്കിൽ നമ്മുടെ കഠിനമായ കോപത്തിന് നീ പാത്രമാകുന്നതാണ്. ഇയാള് ഇന്ന് സ്വന്തം ഗുരുവായൂരപ്പൻ. ഫലിതം. അയ്യോ, ഗുരുവായൂരപ്പൻ. ഈ ഉണ്ണിയുടെ ഒരു കാര്യം, ഉണ്ണിക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ ശകടം വേണമെങ്കിൽ എന്നോട് പറഞ്ഞ പോലെ ഞാൻ വാങ്ങി കൊടുക്കൂലേ? ഇതാ അദ്ദേഹത്തിന്റെ ഒരു രീതി. ഓ വന്നോ ഗുരുവായൂരപ്പന്റെ ഉറ്റ തോഴൻ ഉണ്ണി, നിക്ക ഇങ്ങോട്ട് വരിക. ഗുരുവായൂരപ്പന്റെ കത്ത് കിട്ടി കേട്ടോ. സൈക്കിൾ ശകടം വാങ്ങാൻ തീരുമാനമായിരിക്കണു. ഗുരുവായൂരപ്പനൊരു മറുപടി കത്ത് അയച്ചോളാ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വളരെ മോശപ്പെട്ട ഒരു സംഭവമുണ്ടായി. നമുക്കിടയിലെ ഒരു കൊച്ചു കുഞ്ഞിനെ അമ്പലക്കുളത്തിലെ വെള്ളത്തിൽ കാല് കഴുകിയതിൻ്റെ പേരിൽ അശുദ്ധമായി എന്ന് പറഞ്ഞുകൊണ്ട് അതിദാരുണമായി തല്ലിച്ചതച്ചു. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് തല്ലിച്ചതച്ചത്. തീണ്ടാപ്പാടകലെ നിൽക്കണമെന്ന ബ്രാഹ്മണ സമൂഹത്തിൻ്റെ തിട്ടൂരമുള്ളതുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ ഒന്ന് സംരക്ഷിക്കാനോ ആ കുഞ്ഞിനെ തല്ലുന്നത് തടയാനോ ആ അച്ഛനും അമ്മയ്ക്കും സാധിച്ചില്ല. ആരാണിവിടെ ജാതി ഉണ്ടാക്കിയത്? ആരാണിവിടെ മതങ്ങളെ സൃഷ്ടിച്ചത്? മനുഷ്യരാണിവിടെ ജാതി ഉണ്ടാക്കിയതും മതങ്ങളെ സൃഷ്ടിച്ചതും. മനുഷ്യനെ അടിമകളാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജാതി വ്യവസ്ഥ നിർമ്മിക്കപ്പെട്ടത്. അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. നമ്മളും മനുഷ്യരാണ് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയണം. പാണൻ്റെയും പറയൻ്റെയും പുലയൻ്റെയും തമ്പ്രാൻ്റെയും ബ്രാഹ്മണൻ്റെയും നമ്പൂതിരിയുടെയും മേലാളൻ്റെയും ഒക്കെ ശരീരം മുറിഞ്ഞാൽ വരുന്ന രക്തത്തിൻ്റെ നിറം ഒന്നാണ്, ചുവപ്പാണ്. ആ തിരിച്ചറിവുകൾ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെയൊരു ഐതിഹാസികമായ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെപ്പോലും അതിക്രൂരമായി തല്ലിക്കൊല്ലാൻ മടി കാണിക്കാത്ത ഇവിടുത്തെ ചാതുർവർണ്ണ വ്യവസ്ഥിതിക്കെതിരായിരിക്കണം നമ്മുടെ പോരാട്ടം. നാളെ നമ്മൾ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഐതിഹാസികമായ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ കുഞ്ഞിനെ തല്ലിച്ചതച്ച അതിന് കാരണക്കാരായ ആ അമ്പലക്കുളത്തിൽ നമ്മൾ നാളെ ഒരുമിച്ച് പോയി ഇറങ്ങി കുളിക്കാൻ പോവുകയാണ്. ആരാണ് തടുക്കാൻ വരുന്നതെന്ന് നമുക്ക് കാണണം. നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടണം. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം.
ഞാൻ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. ഈ നാട്ടിലെ പ്രസ്ഥാനം ഉണ്ടാകും നമ്മുടെ കൂടെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലേ? നിങ്ങൾ ഉണ്ടാവില്ല എന്റെ കൂടെ. ഇൻക്വിലാബ് സിന്ദാബാദ്. വിളിക്കേ. ഇൻക്വിലാബ് ഇൻക്വിലാബ് സിന്ദാബാദ്. സിന്ദാബാദ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. സിന്ദാബാദ്. ഇൻക്വിലാബ് ഇൻക്വിലാബ് സിന്ദാബാദ്. സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. തമ്പ്രാൻ സിന്ദാബാദ്. ഇവിടെ വരൂ. തമ്പ്രാനല്ല, സഖാവ് ഉണ്ണി. അങ്ങനെ വിളിക്കണം. അങ്ങനെയേ വിളിക്കാവൂ. സഖാവ് ഉണ്ണി സിന്ദാബാദ്. സഖാവ് ഉണ്ണി സിന്ദാബാദ്. സഖാവ് ഉണ്ണി സിന്ദാബാദ്. ചിണ്ട, എഴുന്നേറ്റ് വരൂ. പിടിക്കൂ, ഒടിയിൽ പിടിക്കൂ. കുളിച്ചാലെന്തടോ കയ്യാമം കാണാ കെട്ടിത് പൊട്ടിച്ച് കളയണം. ആ കയ്യിലെ ചെങ്കൊടി വീറില് പിടിച്ചു മുന്നേ നീങ്ങണം. തീണ്ടാപ്പാട്ടകലം തീർക്കണതെന്തടോ നായാടി കുളത്തിൽ കുളിച്ചാലെന്തടോ കയ്യാമം കാണാ കെട്ടിത് പൊട്ടിച്ച് കളയണം. ആ കയ്യിലെ ചെങ്കൊടി വീറില് പിടിച്ചു മുന്നേ നീങ്ങണം. മുന്നാലെ പോകണതാരാ നോക്കടോ കഥകാരം അവനൊരു തമ്പ്രാനാണടോ. ആ കയ്യില് പാറണ ചെങ്കൊടി കണ്ടടോ തമ്പ്രാന്റെ പേരു സഖാവെന്നാണടോ. കഥകളെ നാം മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് ഇല്ല ഇല്ല പിന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട്. കഥകളെ നാം മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് ഇല്ല ഇല്ല പിന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട്. കളപ്പുര നിറച്ചു മൂടിയതില്ല, കാരണവർ കഥ പറഞ്ഞതില്ല, കണ്ടുപഠിച്ച പാഠങ്ങൾ നേരിട്ടറിഞ്ഞ വേദനകൾ. കളപ്പുര നിറച്ചു മൂടിയതില്ല, കാരണവർ കഥ പറഞ്ഞതില്ല, കണ്ടുപഠിച്ച പാഠങ്ങൾ നേരിട്ടറിഞ്ഞ വേദനകൾ. വരുന്ന കാലം കഴിഞ്ഞ കാലം പോലെ തുടരുകയാണെങ്കിൽ മാനവരാശിക്കാപത്തെന്നു പറഞ്ഞു പിടിച്ചു ചെങ്കൊടിയേ. പാറിപ്പറന്നു ചെങ്കൊടികൾ. കഥകളെ നാം മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് ഇല്ല ഇല്ല പിന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട്. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചു വന്നോളൂ. എണ്ണത്തിന് ഇങ്ങോട്ട് കടത്തി വിടരുത്. തമ്പുരാനെ നായരക്കോളിന് ജാഥ വരുന്നുണ്ട്, ഇങ്ങോട്ടാണ് കേട്ടത്. ഈ തോടിന്റെ ഇപ്പുറത്തോട്ട് കടത്തരുത്. ശങ്കര, കടന്നായില്ലാത്തിന്റെ കാട് കരു ഓടിക്കണം. ശങ്കര വാടാ. അയ്യോ തമ്പുരാനെ ഒരു
ചെറിയ പ്രശ്നമുണ്ട്. ജാഥയുടെ മുമ്പിലേ നമ്മുടെ വാലാട്ടാലെ ഉണ്ണിത്തമ്പുരാനാ. അധകൃതരെന്ന വിവേചനമില്ല, അധികാരത്തിൽ തരികൊതിയില്ല, കണ്ടുവരുത്തൊരു ശീലങ്ങൾ കലക്കിയ വേദനകൾ. അധകൃതരെന്ന വിവേചനമില്ല, അധികാരത്തിൽ തരികൊതിയില്ല, കണ്ടുവരുത്തൊരു ശീലങ്ങൾ ഉള്ളുകലക്കിയ വേദനകൾ. വരുന്ന കാലം കഴിഞ്ഞ കാലം പോലെ തുടരുകയാണെങ്കിൽ മാനവരാശിക്കാപത്തെന്നു പറഞ്ഞു പിടിച്ചു ചെങ്കൊടിയേ. ഓരോ ചുവടും മുന്നോട്ട്, ഇല്ല ഇല്ല പിന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്. കയ്യാമം കാണാ ചെട്ടിത് പൊട്ടിച്ച് കളയണം, ആ കയ്യിൽ ചെങ്കൊടി വീറിൽ പിടിച്ചു മുന്നേ നീങ്ങണം. മുന്നാലെ പോകണതാരാ നോക്കടോ, കഥകാരം അവനൊരു തമ്പ്രാനാണടോ. ആ കയ്യില് പാറണ ചെങ്കൊടി കണ്ടടോ, തമ്പ്രാന്റെ പേരു സഖാവെന്നാണടോ. സഖാക്കളെ നാം മുന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്, ഇല്ല ഇല്ല പിന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്. സഖാക്കളെ നാം മുന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്, ഇല്ല ഇല്ല പിന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. ജീവിതത്തെ ചരിത്രമാക്കിയ ഒരു യുഗപുരുഷൻ്റെ കഥ. വന്നേരി നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക ഇതിഹാസമായിരുന്നു കൊളാടി ഉണ്ണി. നാട്ടിൽ നിലനിന്നിരുന്ന ജന്മിത്തത്തിനെതിരെ, നാടുവാഴിത്തത്തിനെതിരെ, ഉച്ചനീചത്വങ്ങൾക്കെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാട്ടം നടത്തി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തുപിടിച്ചുകൊണ്ട് മനുഷ്യ പുരോഗതിയുടെ പാതയിലേക്ക് ഏറ്റവും താഴേക്കടിയിലുള്ള വിഭാഗത്തിനെയും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന പോരാളി, കർമ്മധീരനായ സഖാവ്, ഒരു യുഗപുരുഷൻ തന്നെയായിരുന്നു അദ്ദേഹം. വലിയ ജന്മി കുടുംബത്തിൽ ജനിച്ച് അതിൻ്റെ സുഖലോലുപതയെല്ലാം കൈവെടിഞ്ഞുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചിട്ടുള്ള അനിഷേധ്യനായ കമ്മ്യൂണിസ്റ്റ്. ആ സഖാവിൻ്റെ കഥയിലെ ചില അധ്യായങ്ങളാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇവിടെ ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ ചിത്രങ്ങളും അധ്യായങ്ങളും വരും ദിനങ്ങളിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കൂടുതൽ മനോഹരമായി ആവിഷ്കരിക്കും എന്നുള്ളതുറപ്പാണ്. അതിനുവേണ്ടിയുള്ള അവരുടെ അധ്വാനം സാക്ഷാത്കരിക്കപ്പെടട്ടെ.
കയ്യിലെ ചെങ്കൊടി വീറില് പിടിച്ചു മുന്നേ നീങ്ങണം. തീണ്ടാ പാടകലം തീർക്കണതെന്തടോ, നായാടി കുളത്തിൽ കുളിച്ചാലെന്തടോ.